വയനാട് ദുരന്തം വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ അശാസ്ത്രീയമായ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്തു. കാരണം 2017 2018 വെള്ളപ്പൊക്കത്തിനും വയനാടിലെ ദുരന്തത്തിനും ഒക്കെ തന്നെ ആൾക്കാർ എൻ ജി ഒസ് മാത്രമല്ല ചുമ്മാ നാട്ടുകാരങ്ങ് ഇളകി ഒത്തിരി ഹെൽപ്പ് ചെയ്യാവുന്നിടത്തോളം ചെയ്യുകയാണ്. ഇങ്ങനത്തെ കുറേ ദുരന്തരമുണ്ട്. സോ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ NGOs എങ്ങനെയാണ് ഒരു ആക്റ്റീവാണ്, ആ ട്രെയിനിങ് നമ്മൾ ചെയ്യുക ഇവിടെ. സർ, നമ്മളിങ്ങനെ ഓരോ വർഷം കഴിയും തോറും നമ്മൾ കേരളത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ദുരന്തങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കുള്ളൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങൾ തന്നെ നേരിട്ട് ഇറങ്ങുകയാണ്. യാതൊരു ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒന്നും ലഭിച്ചില്ലെങ്കിലും നമ്മുടെ ജനങ്ങൾ, കേരളം ഒന്നടങ്കം, അതിപ്പോൾ എന്ത് ദുരന്തമായിക്കോട്ടെ, ജനങ്ങൾ അവിടേക്ക് ആദ്യം ഓടിയെത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സംഘടനകൾ നടത്തുന്ന ഓരോ പരിപാടികൾ, അതിന് നമ്മുടെ സർക്കാർ എത്രത്തോളമാണ് പിന്തുണ നൽകുന്നത്? എപ്പോഴും ദുരന്തങ്ങൾ വരുന്നു. അത് യുദ്ധകാലത്തുണ്ടാകുന്ന ദുരന്തമാണെങ്കിലും പ്രകൃതി ദുരന്തമാണെങ്കിലും ആദ്യമായി മുന്നിട്ടിറങ്ങുന്നത് ജനങ്ങളാണ്. അവരോടൊപ്പം വിവിധ ഏജൻസികൾ, ഗവൺമെൻറ്റും കടന്നു വരാറുണ്ട്. കേരളത്തിൽ നമ്മൾ ധാരാളം ദുരന്തങ്ങൾ കണ്ടു. സുനാമി വന്നു, വെള്ളപ്പൊക്കം വന്നു, കൊറോണ വന്നു, ഇങ്ങനെ ഒത്തിരി ദുരന്തങ്ങൾ കണ്ടു. ആ ദുരന്ത സന്ദർഭങ്ങളിലൊക്കെ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളാണ്. സർക്കാർ ഒപ്പമാണ് നിൽക്കുന്നത്. സർക്കാരും ഇക്കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് നാളെ 5 മണിക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഈ ദുരന്ത വാർണിംഗ് സിസ്റ്റം കൊണ്ടുവരികയാണ്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. എപ്പോഴും ജനങ്ങളെയാണ് കൂടെ കൊണ്ടുപോകുന്നത്. അവരുടെ അവയർനെസ്, അവരോടൊപ്പം നിന്ന് സർക്കാരുകളും വിവിധ ഏജൻസികളും ഒന്നിച്ച് നിന്നാൽ ഇത് വിജയപ്രദമാക്കാൻ കഴിയും. പിന്നെ പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. നമ്മുടെ ഇപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ അശാസ്ത്രീയമായ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അവിടെ കൺസ്ട്രക്ഷൻസ് നടന്നു, അവിടെ കൃഷിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ നടന്നു, റിസോർട്ടുകൾ വന്നു. അപ്പോൾ ഇതൊന്നും വരുന്നതിനെതിരില്ല. പക്ഷേ ഇതെല്ലാം കുറച്ചുകൂടി ശാസ്ത്രീയമായി നമുക്ക് പഠിച്ച് ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്, നിർമ്മാണ സാമഗ്രികൾ ആവശ്യമാണ്. പലപ്പോഴും കല്ലും മണ്ണും ഒക്കെ നമ്മൾ എടുക്കുന്ന മലനിരകളിൽ നിന്നാണ്. പക്ഷെ അത് അവസാനം എത്തിച്ചേരുന്നത് വലിയ ദുരന്തത്തിലാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ നമുക്ക് വെള്ളം കെട്ടി ജലസേചനം നടത്തണം. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്ന് വെള്ളം കൊടുക്കണം. പക്ഷെ മുല്ലപ്പെരിയാർ സുരക്ഷിതമല്ലെങ്കിലോ, അപ്പോൾ അത് പരിശോധിക്കണം. ഭയപ്പെടേണ്ട കാര്യമല്ല, പക്ഷേ ഭയമില്ലാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇതാണ് നമ്മൾ പൊതുവെ ചെയ്യേണ്ടൊരു കാര്യം. നമ്മളിങ്ങനെ ഓരോ വർഷം കഴിയും തോറും കേരളം നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ പരിപാടികൾ വരുന്നതോട് കൂടിയിട്ട് കൂടുതൽ നമ്മുടെ ജനം സജ്ജമാവുകയാണ്. ഇത്തരത്തിലുള്ള ഓരോ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ജനം കൂടുതൽ അവർക്ക് ധൈര്യവും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിസാസ്റ്ററൊക്കെ വരുമ്പോൾ എന്താണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ബോധവാന്മാരാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളത്? ലോകത്ത് ദുരന്തങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. ഒന്നാമത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പലയിടത്തും ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ സീ എറോഷനും ഇങ്ങനെ പലതും വരികയാണ്. അതുകൂടാതെ പലതരം രോഗങ്ങൾ അത് വരുന്നു. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള ദുരന്തങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നമ്മൾ ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള സ്വാഭാവിക പ്രകൃതി ദുരന്തങ്ങളാണ്. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിൽ ഒരു 3 വില്ലേജ് തന്നെ തലേ ദിവസം ഉറങ്ങിക്കിടന്നവർ പിറ്റേ ദിവസവും പോവുകയാണ്. ഇപ്പോൾ നേരത്തെ സുനാമി വന്നു, ഒത്തിരി ആൾക്കാർ മരിക്കുകയും ഒക്കെ ചെയ്തു. 2018 വെള്ളപ്പൊക്കം വന്നു, കേരളത്തിൽ തന്നെ അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടായി. അതുപോലെ വൈറസ് രോഗങ്ങൾ, അത് പ്രകൃതി, പിന്നെ ടെററിസ്റ്റ് അറ്റാക്ക് കൊണ്ടും ആറ്റമിക് ട്രാൻസ്പോർട്ടേഷനിടയിലെ സമയത്തുള്ള ഇതുകൊണ്ടും അങ്ങനെ മാൻമെയ്ഡ് ഇതുണ്ട്, ധാരാളമുണ്ട്. പാൻഡമിക്, ഇങ്ങനെ പലതരത്തിലുള്ള ദുരന്തങ്ങളാണ് വരുന്നത്. ഈ ദുരന്തങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സ്റ്റേറ്റിനും നമ്മൾ സെൻട്രലിലും ഒക്കെ നമ്മൾ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ച് ട്രെയിൻഡ് പേഴ്സൺ. പക്ഷേ നമ്മുടെ അൺഡെവലപ്ഡ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര എക്യുപ്മെൻറ്റ്സ് ഇല്ല, പ്രൊഡിക്ഷന് വേണ്ടത്ര സൗകര്യങ്ങളില്ല, പണമില്ല. പണമുള്ള അമേരിക്ക പോലും പറ്റുന്നില്ല. നമുക്കിവിടെ കേരളത്തിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷനാണ് കൂടുതൽ വരുന്നത്. ജനങ്ങൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ
അവരാണ് കൂടുതൽ. ഇപ്പം ഒരു വീട് തീ വന്നാൽ അയൽവക്കത്തുകാരാണ് ആദ്യം കൂടി വരുന്നത്. അത് കേരളത്തിൽ വളരെ പ്രധാനമാണ്. കാരണം 2017 വെള്ളപ്പൊക്കത്തിനും വയനാടിലെ ദുരന്തത്തിനും ഒക്കെ തന്നെ ആൾക്കാർ എൻ ജി ഒസ് മാത്രമല്ല, ചുമ്മാ നാട്ടുകാരങ്ങ് ഇളകി ഒത്തിരി ഹെൽപ്പ് ചെയ്യാവുന്നിടത്തോളം ചെയ്യുകയാണ്. പക്ഷെ അതുകൊണ്ട് ഇതുമാതിരിയുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുക്കണം. പെട്ടെന്ന് വന്നാൽ എന്ത് ചെയ്യണം, അതിനുള്ള പ്രിവെൻഷൻ, ഇങ്ങനെയുള്ള ട്രെയിനിങ് വളരെ ഉപകാരമാണ്. പിന്നെ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, അത് ഡിലേ പാടില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങളും പിന്നെ അവർക്ക് പലർക്കും മാനസികമായിട്ട് പിന്തുണ വേണം. ഇതൊക്കെ വളരെ ആവശ്യമാണ്. അതിന് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് വേണം. സർക്കാർ വിചാരിച്ചാൽ മാത്രം നടക്കില്ല. ഓക്കെ, വിശ്വ യുവ കേന്ദ്ര ബേസിക്കലി ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് 1961 മൊറാർജി ദേശായി, ഇന്ദിരാഗാന്ധി, നവലേജ് ടാറ്റ ഇങ്ങനെ റെപ്യൂട്ടഡ് ആൾക്കാരാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത്. നമ്മുടെ ഓഫീസ് ചാണക്യപുരി, ഡൽഹിയിൽ, ഓപ്പോസിറ്റ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് റെസിഡൻസ്. പിന്നെ വിശ്വ യുവ കേന്ദ്രയുടെ जो മെയിൻ ആക്ടിവിറ്റീസാണ് അത് കപ്പാസിറ്റി ബിൽഡിംഗാണ്. ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ, സ്പെഷ്യലി യൂത്തിനെയും പിന്നെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ NGOസിനെ ട്രെയിൻ ചെയ്യാൻ. സോ നമ്മുടെ ആക്ടിവിറ്റീസ് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ടർ സാനിറ്റേഷൻ, ഹൈജീൻ ഉണ്ട്, ഡ്രഗ് അബ്യൂസ് ഉണ്ട്, ആൽക്കഹോളിസം ഉണ്ട്, മെൻ്റൽ ഹെൽത്ത്, പഞ്ചായത്തി രാജ്, ഇങ്ങനെ വേരിയസ് ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ ഈ ടോപ്പിക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇത് നമ്മുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. പിന്നെ വിശ്വ യുവ കേന്ദ്ര ഈ കേരളത്തിൽ വർക്ക് ചെയ്യണേ ഓൾമോസ്റ്റ് 40 years ഇറ്റ്സ് ബീൻ വർക്കിംഗ് സിൻസ്. സോ നമ്മൾ കുറേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ട്രെയിനിങ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യും. പിന്നെ സ്പെഷ്യലി ഫോർ പീപ്പിൾ ഓഫ് കേരള, ബിക്കോസ് കേരള ആഫ്റ്റർ 2018 നമ്മൾ എല്ലാ വർഷം നമുക്ക് ഫ്ലഡും ഇങ്ങനത്തെ കുറേ ദുരന്തരമുണ്ട്. സോ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ NGOs എങ്ങനെയാണ് ഒരു ആക്റ്റീവാണ്, ആ ട്രെയിനിങ് നമ്മൾ ചെയ്യുക ഇവിടെ. സോ ഈ ട്രെയിനിങ് നമ്മൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ ചെയ്യും. ഇത് നാഷണൽ ലെവൽ ട്രെയിനിങ്സും സ്റ്റേറ്റ് ലെവൽ ട്രെയിനിങ്സാണ്. സോ ഇതെല്ലാം ആക്ടിവിറ്റീസാണ് വിശ്വ യുവ കേന്ദ്രയുടെ. പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഗവൺമെൻറ്റിനെ ആസ് ഇൻക്ലൂസീവ് ആയിട്ട് നമ്മൾ ചെയ്യും. പിന്നെ ഈ പ്രോഗ്രാമിൽ KSDMA നമ്മുടെ പാർട്ട്ണറാണ്. എവറി ടൈം നമ്മൾ പ്രോഗ്രാം ചെയ്യണ കേരളത്തിൽ അതിനകത്ത് KSDMA നമ്മുടെ പാർട്ട്ണറാണ്. പിന്നെ ലോക്കൽ പാർട്ട്നേഴ്സ്, വേരിയസ് നമുക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രാധാന്യം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഓരോ ദിവസം ഇപ്പോൾ എത്ര മണിക്കൂറൊക്കെ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക? ഇന്നിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയാൽ ഹാഫ് ഡേ till ഈവനിങ്, ആൻഡ് ദെൻ ടുമോറോ ഹോൾ ഡേ, ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോ ഹാഫ് ഡേയിൽ കൊണ്ട് തീർക്കും. ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള ട്രെയിനിങ് എടുക്കാൻ മെയിൻലി കാരണം എന്താണെന്ന് വെച്ചിരുന്നാൽ, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് ഈ ഡിസാസ്റ്റർ ദുരന്തത്തിൻ്റെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും കൂടി വരും ഓരോ വർഷവും. കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പുതിയ ഡിസാസ്റ്റർ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴും കമ്മ്യൂണിറ്റിയെ ബോധവാന്മാരാക്കുക, അവർക്ക് കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. കാരണം ഇമ്മീഡിയറ്റ് റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയാണ്. വെളിയിൽ നിന്ന് ആളുകളൊക്കെ വന്ന് ഹെൽപ്പ് കിട്ടുന്നത് വരെ കമ്മ്യൂണിറ്റിയാണ് മാനേജ് ചെയ്യേണ്ടത്. അവർ മാനേജ് ചെയ്തിട്ട് ഡിസാസ്റ്ററിൻ്റെ റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കോർഡിനേറ്റ് ചെയ്തിട്ട് ആളുകളെ, ഫ്രണ്ട് ലൈൻ ആളുകളെ ഇതിന് കൂടുതൽ ഉപയോഗിക്കുക. സോ അതുകൊണ്ട് ഒന്ന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക കമ്മ്യൂണിറ്റിയിൽ. അത് NGOs കൂടെ നടത്താൻ എളുപ്പമുണ്ട്. ആ NGOസിനെ ഞങ്ങൾ ട്രെയിൻ ചെയ്യുക. ഇതെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് വി എക്സ്പെക്ട് അബൌട്ട് 70 NGOs, ചെറുതും വലുതുമായിട്ടുള്ള NGOs, CBOസും പിന്നെ CSO, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, ഇവരെല്ലാവരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇൻഫർമേഷൻ ആദ്യമേ കൊടുക്കുക. ദെൻ ദേ വിൽ ഡിസമിനേറ്റ് അമംഗ് ദി കമ്മ്യൂണിറ്റി. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദുരന്തം ആയിക്കഴിഞ്ഞതിന് അതിനെ എങ്ങനെ നേരിടാം, അതിൻ്റെ ആളുകളിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചും ബോധവാന്മാരാക്കുക. പിന്നെ ഗവൺമെൻറ്റിൻ്റെ എഫേർട്ട്സിന് നമ്മൾ സപ്ലിമെൻ്ററി ആൻഡ് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് യൂണിസെഫും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ട്രെയിനിങ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഞങ്ങളിത് മെയിൻലി കോസ്മിക് കമ്മ്യൂണിറ്റി സെൻറ്റർ, കൊട്ടാരക്കര ബേസ്ഡ് ആയിട്ടുള്ള കോസ്മിക് കമ്മ്യൂണിറ്റി സെൻറ്ററാണ് കേരളത്തിലെ 2017 മുതൽ ഓരോ വർഷവും ഇങ്ങനെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ട്രെയിനിങ് നടത്തും. വിശ്വ യുവ കേന്ദ്ര ഈസ് അവർ മേജർ പാർട്ട്ണർ. പിന്നെ അതുപോലെ തന്നെ KSDMA, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഇവരെല്ലാം കൂടെ ചേർന്നുള്ളതാകുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ഇഫക്റ്റീവ്. പ്ലസ് NGOസിന് ഒരു ലിങ്കേജ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റും. സാർ, അപ്പം 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു 3 ദിവസം എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നടത്താൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടൊരു വിശദ വിവരം. 3 ദിവസത്തെ നമ്മൾ ത്രിദിന ശില്പശാല,
അത് ദുരന്ത നിവാരണത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും നിരന്തരമായി ഈ പല ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, അവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണിത്. അതിൽ KSDMA, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഡൽഹിയിലെ വിശ്വ യുവക് കേന്ദ്ര, യുണൈറ്റഡ് റിലിജിയൻസ് ഇനിഷ്യേറ്റീവ് URI, CCC, പിന്നെ ഇതുപോലുള്ള ഈ 3 മെയിൻ പ്രസ്ഥാനങ്ങൾ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഈ മേഖലയിലെ ആധികാരികമായി പ്രാവീണ്യം നേടിയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ്, യുനിസെഫിൻ്റെ ആൾക്കാരുണ്ട്, KSDMAയുടെ ലീഡേഴ്സുണ്ട്, വിശ്വ യുവക് കേന്ദ്രയുടെ ലീഡേഴ്സുണ്ട്, URIയുടെ ലീഡേഴ്സ്, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ നല്ല റിസോഴ്സ് പേഴ്സൺസ് വന്ന് വളരെ വിദഗ്ധമായ ഒരു പരിശീലന പരിപാടിയാണ്. കാരണം ഈ ദുരന്തങ്ങൾ എങ്ങനെ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാം, അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെയൊക്കെ നേരിടാം, ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ 3 ദിവസമായിട്ട് അവർക്ക് നൽകുന്നത്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് തുടക്കം, ഇനി ഇത് മറ്റുള്ള ഇല്ല, ഇത് ഞങ്ങൾ എല്ലാ വർഷവും കേരളത്തിൽ പല ഭാഗങ്ങളിൽ നടത്തുന്നതാണ്. കോട്ടയം, കൊട്ടാരക്കര, തിരുവനന്തപുരം, ഇങ്ങനെ പല ഈ വിശ്വ യുവ കേന്ദ്ര എല്ലാ വർഷവും ഞങ്ങളുമായിട്ട് ചേർന്ന് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഈ വർഷം തിരുവനന്തപുരത്ത് ആയി. ഓരോ വർഷം ഓരോ ഡിസ്ട്രിക്റ്റിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത്.